അപ്പം ഇന്ന് ഡേ 2 ബിഗ് ബോസ് റിവ്യൂ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ഓൾ. അപ്പം ഇന്ന് മെയിൻലി നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊരൊറ്റ സ്റ്റെപ്പിൽ പറഞ്ഞാൽ ഫസ്റ്റ് നടന്നത് അനിമോളുമായിട്ടുള്ള ആ ഒരു ക്ലാഷാണ്. അതായത് അനിമോൾ ഡോക്ടേഴ്സിനെ അപമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പുകിലാണ്. മെയിൻലി ആ പുകിലുണ്ടാകുന്നത് ഷാനവാസാണ്. പക്ഷേ അത് ഷാനവാസിന് തന്നെ ഇപ്പോൾ വിനയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനീഷിൻ്റെ ഗെയിം പ്ലാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് അങ്ങോട്ട് വ്യക്തമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം അനീഷ് കുറച്ച് ഗെയിമായിട്ട് പോയെങ്കിലും അത്ര ഈ അപ്പാനിയുടെ അടുത്തും മാത്രമേ അപ്പാനി എന്താ പറയുക, അനീഷ് ചൊറിയാൻ വരുമ്പോൾ അപ്പാനി നിന്ന് കൊടുക്കുന്ന രീതിക്കാണ് അപ്പാനീഷ് അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ അബി കുറച്ച് അഗ്രസീവാണ്. പിന്നെ അതുപോലെ തന്നെ ഗിസേലിനോട് അക്ബറും അപ്പാനിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിലും അവരെ ഗുണ്ടാന്ന് വിളിച്ച് തന്നെ ഗിസേൽ അവർക്ക് ഇട്ടും തിരിച്ച് പറയുന്നുണ്ട്. അപ്പം അത് പിന്നെ ഇന്ന് പണിപ്പുരയുടെ ടാസ്കിൻ്റെ 1-ാം ദിവസമായിരുന്നു. അപ്പം ഇന്ന് പണിപ്പുര ടാസ്കിൽ പോയത് ആദിലിന് പറയും, പിന്നെ അതുപോലെ തന്നെ അക്ബറുമായിരുന്നു. പക്ഷേ പറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. അങ്ങനെ ആ ടാസ്ക് അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ എടുത്ത സാധനങ്ങൾ തിരിച്ചു കൊണ്ട് വെക്കേണ്ടി വന്നു. പിന്നെ വേറൊരു പണി ബിഗ് ബോസിൽ നിന്ന് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ 4 പേരെ അവർക്കൊരു പ്രത്യേക ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നു. അതായത് ഈ 4 പേരെ ആരെങ്കിലും ഒരാൾ എവിക്റ്റ് ആവും. അതായത് പുറത്തൊരു കട്ടിലിട്ടിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഈ 4 പേര്, അത് സെലക്ട് ചെയ്യുന്നത് കുടുംബാംഗങ്ങളായിരിക്കും. ഇവർ എന്ത് വേണം, ഇത്രയും ദിവസം ഈ വെള്ളിയാഴ്ച വരെ രാത്രി ലൈറ്റ് ഓഫ് ചെയ്താൽ രാവിലെ ലൈറ്റ് ഓണാക്കുന്നത് വരെ പുറത്ത് വേണം കിടക്കാൻ. എന്തോ ഒരു യമണ്ടൻ 7-ൻ്റെ പണി എന്തോ ആണ് ബിഗ് ബോസ് അവർക്ക് കൊടുത്തത്. പക്ഷേ അങ്ങനെ ആദ്യം കുറേ പേര് എഫേർട്ടൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നീടായപ്പോഴേക്കും എല്ലാവരും പോയി കിടന്നുറങ്ങാൻ തുടങ്ങി. അവരും അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. അപ്പം അവിടെയാണ് ഇന്ന് വൈൻഡപ്പ് ആവുന്നത്. സെക്കൻഡ് ആയിട്ട് പോലും എല്ലാവരും കുറച്ച് ഈ മെയിൻലി പറയുകയാണെങ്കിൽ വാഴ എന്നുള്ളൊരു ടാഗ് ലൈൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മിണ്ടാതിരിക്കുന്നവരൊക്കെ ഇപ്പം ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രേണു സുധിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ രേണു സുധിയുടെ ഒരു ചെറിയ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ രേണു സുധി വലുതായിട്ട് ഗെയിമൊന്നും കളിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ശാരികയും രേണു സുധിയും തമ്മിലുള്ള അടി കാണുന്നതിൻ്റെ കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അവർ ഒരു കൂട്ടായിട്ടാണ് അവരുടെ നടക്കുന്നത്. പിന്നെ അനിമോള് രേണുവിനെ വലിയ മൈൻഡൊന്നും രേണു വെക്കുന്നില്ല. കാരണം അനിമോള് ഇൻഡിവിജ്വലായിട്ടാണ് അവിടെ ഗെയിം കളിക്കാൻ നോക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്രയാണ്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം അത്ര നന്നായിട്ടുണ്ടാവുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ റിവ്യൂ ആണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ ഫസ്റ്റ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.